വനിതാ സംവരണ ബില്ല് പാർലമെന്റ് ഇന്ന് പാസാക്കും. ലോക്സഭയിൽ ചർച്ചയ്ക്കായി 7 മണിക്കൂറാണ് നീക്കിവെച്ചിട്ടുള്ളത്. പ്രതിപക്ഷത്ത് നിന്ന് സോണിയാഗാന്ധിയും ഭരണപക്ഷത്ത് നിന്ന് മന്ത്രി സ്മൃതി ഇറാനിയും ആദ്യം ചർച്ചയിൽ പങ്കെടുക്കും. ചർച്ചകൾക്ക് മറുപടി നൽകി അതിവേഗം ബില്ല് പാസാക്കുവാനാണ് നീക്കം. ലോക്സഭയിലും നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം നൽകുവാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. ബില്ല് പാസാകുന്നതോടെ പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിൽ പാസാകുന്ന ആദ്യ ബില്ലായി ഇത് മാറും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ജീവനക്കാരുടെയും ഇടനിലക്കാരുടെയും ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ഇന്നലെ തൃശൂർ കോർപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി ബിനു അടക്കമുള്ളവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. റെയ്ഡിൽ 1-ാം പ്രതി സതീഷ് കുമാറിന്റെ ബിനാമി ഇടപാടിന്റെ രേഖകൾ കണ്ടെടുത്തെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ആധാരം എഴുത്തുകാരുടെ ഓഫീസുകളിൽ നടത്തിയ പരിശോധനയിലാണ് ബിനാമി ഇടപാടിന്റെ രേഖകൾ കണ്ടെടുത്തത്. അതേസമയം ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന AC മൊയ്തീന് ED വീണ്ടും നോട്ടീസ് നൽകും. കേരളത്തിന് അനുവദിച്ച 2-ാം വന്ദേ ഭാരത് ഈ മാസം 24 മുതൽ ഓടിത്തുടങ്ങും. ആലപ്പുഴ വഴിയായിരിക്കും സർവീസ് നടത്തുക. കാസർഗോഡ് നിന്ന് രാവിലെ 7 മണിക്ക് യാത്ര ആരംഭിക്കുന്ന ട്രെയിൻ വൈകിട്ട് 3:05 തിരുവനന്തപുരത്തെത്തുന്ന രീതിക്കാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് 4:05 പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 11:55 കാസർഗോഡ് യാത്ര അവസാനിപ്പിക്കും. ആഴ്ചയിൽ 6 ദിവസമായിരിക്കും സർവീസ് നടത്തുക. 26-ാം തീയതി മുതലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ കഴിയുക. ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയെന്ന് കോൺഗ്രസിന്റെ ആരോപണം. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്ത ഭരണഘടനയുടെ ആമുഖത്തിലാണ് മതേതരത്വം, സോഷ്യലിസ്റ്റ് എന്നീ വാക്കുകൾ ഇല്ലാത്തത്. കേന്ദ്ര സർക്കാർ ഈ മാറ്റം വളരെ ബുദ്ധിപരമായി നടത്തിയതാണെന്നും ഇതിന്റെ പിന്നിലെ ഉദ്ദേശശുദ്ധി സംശയിക്കേണ്ടതാണെന്നും കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൗധരി ആരോപിച്ചു. വിഷയം ഇന്ന് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചേക്കും. LDF യോഗം ഇന്ന്. യോഗത്തിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. നാളത്തെ രാജ്ഭവൻ മാർച്ചും യോഗത്തിന്റെ അജണ്ടയിലുണ്ട്. അതേസമയം ഔദ്യോഗികമായി മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ച അജണ്ടയിലില്ലെങ്കിലും മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയ ഘടകകക്ഷി നേതാക്കളുടെ ആവശ്യങ്ങൾ ഇന്ന് ചർച്ചയിൽ പരിഗണിക്കും.